ഞാന് സേറ ജോസ്. സാറിന്റെ കൂടെ ആയിട്ട് കുറച്ച് വർഷമായി, 3 years ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. NLP എല്ലാം സാറിന്റെ മാസ്റ്റേഴ്സും എല്ലാ ക്ലാസ്സസും ചെയ്തു, പല പ്രാവശ്യം ചെയ്തു. അങ്ങനെ ഞാനും ഒരു NLP മാസ്റ്ററായി. ലൈഫ് കോച്ചിങ് സെഷൻസ്, NLP ലൈഫ് കോച്ചിങ് സെഷൻസ് ഒക്കെ ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിലൂടെ നേടിയ ഞാൻ കൈവരിച്ച ഒരു സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാല് അത് വളരെയധികമാണ്. കാരണം പണ്ടത്തെ ഞാനല്ല ഇപ്പൊ ഉള്ളത്. പണ്ട് സമൂഹത്തിന് ഒത്തുപോകുന്ന ആ ഒരു രീതിയില് താഴോട്ട് പോകും, ഇടയ്ക്ക് മുകളിലോട്ട് പോകും. എല്ലാരും അങ്ങനെയായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും പോലെ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോഴേ കാര്യങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വ്യത്യാസമായിരിക്കുന്നു. എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട്, എല്ലാത്തിൻ്റെയും ആ ഒരു തൻ്റെ ഇടത്തോടെ നിൽക്കാനുള്ളൊരു കരുത്ത്, എല്ലാത്തിലൂടെയും കടന്നു പോകാനുള്ളൊരു കഴിവ്. ഇപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അട്രാക്ടിങ് വെൽത്ത്, അങ്ങനെയല്ലേ? വെൽത്ത് അട്രാക്ഷൻ ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെ താനേ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, ഈ എന്നെ അറിയാൻ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മളിങ്ങനെ എല്ലാവരെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ എന്നെ അറിയുക എന്നുള്ള ഒരു ആർട്ട്, ദ ആർട്ട് ഓഫ് നോയിങ് മീ, എങ്ങനെയാണ് എന്നെ അറിയുന്നത്, അതാണ് ഏറ്റവും വലിയൊരു നമ്മളുടെ ഒരു സൗഭാഗ്യം. ഞാൻ എന്നെ അറിയുന്നത്, ആ അറിവ് എനിക്ക് ഈ ക്ലാസ്സുകളിലൂടെ തോമസ് സാറിന്റെ കൂടെ കൂടിയാണ് കിട്ടിയത്. എന്നെ അറിഞ്ഞപ്പോഴാണ് എന്നിൽ കാതലായ മാറ്റം വന്നത്. ഞാൻ മറ്റുള്ളവരെ മാറ്റാൻ നടക്കുമ്പോൾ ആരും മാറുന്നില്ല, നമുക്ക് ആരെ മാറ്റാനും പറ്റില്ല. പക്ഷെ എന്നെ അറിയുമ്പോൾ എനിക്കൊരു മാറ്റം വരും. അത് ഞാൻ വരുത്തുമൊന്നും വേണ്ട, താനേ വന്നുകൊള്ളും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും നമ്മുടെ പ്രപഞ്ചവും മാറുന്നത് ഒരനുഭവമാകും. ഇതാണ് NLPയിലെ എൻ്റെ എക്സ്പീരിയൻസ്. ആൻഡ് തോമസ് സാർ ഇസ് ഗോഡ് സെൻഡ് ടു മീ. പാട്രിക് സാറ്, ഞാന്, പിന്നെ ഇന്ന് അധികം പഴയ ആൾക്കാർ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഒരു തോമസ് സാറിന്റെ ഒരു ഫാമിലിയാണ്. നിങ്ങളെല്ലാവരെയും ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം. ഈ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. ലോട്ടറി അടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, മഹാഭാഗ്യം എന്ന് പറഞ്ഞ പോലെ ആ മഹാഭാഗ്യം നേടാനുള്ള ഒരു അവസരമാണ് എന്ന് ഞാൻ ഒരു സംശയവും ഇല്ലാതെ അസന്നിഗ്ധമായിട്ട് പറയും. താങ്ക് യു. താങ്ക് യു സേറ. സേറ പറയാതെ പറഞ്ഞൊരു കാര്യമാണ് ഭാഗ്യം. ആ ഭാഗ്യത്തിന്റെ പേരാണ് വെൽത്ത്. നമ്മളിലേക്ക് ഇങ്ങനെ വെൽത്ത് വന്നോണ്ടിരിപ്പുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ദിസ് ഹാപ്പൻസ് ഇൻ ദ അൺകോൺഷ്യസ് ലെവൽ. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. എല്ലാ ആഴ്ചയോടെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും. പല ആൾക്കാർ എന്നോട് ക്ലാസ് അറ്റൻഡ് ചെയ്തവരും അല്ലാത്ത ആൾക്കാരൊക്കെ ചോദിച്ചു, സാറേ വെൽത്ത് കിട്ടാൻ എന്നതാ ചെയ്യണ്ടേ? ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെയൊക്കെ വെൽത്ത് അട്രാക്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ NLP കൂടെ വെൽത്ത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, വെൽത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി NLPയിൽ ഒരിടത്ത് എഴുതി കാണിച്ചിട്ടില്ല, എൻ്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞ വെൽത്തോ അങ്ങനെ ഒരു സാധനം ഉണ്ടോ, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് വെൽത്ത് എന്ന് പറഞ്ഞ സംഗതി കാണുന്നേ ഇല്ല. പിന്നെ ഞാൻ ഇച്ചൂടെ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നമുക്ക് കിട്ടുന്ന എല്ലാം വെൽത്താണ്, ഇല്ലേ? നമ്മൾ എപ്പോഴൊക്കെ ഹാപ്പി ആകുന്നോ അപ്പൊ എന്തോ ഒരു വെൽത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ വെൽത്ത് കിട്ടി? നമുക്ക് അറിഞ്ഞുകൂടാ വാട്ട് ഈസ് വെൽത്ത്. ഈ ഇങ്ങനത്തെ കോഴ്സുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ വെൽത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന കാശ്, പണം, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയത്തില്ല. കാശുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. വേറെ ഉള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമുക്ക് കണ്ണുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മൂക്കുള്ളത് ശ്രദ്ധിക്കാറുണ്ടോ? ഒന്നും ശ്രദ്ധിക്കാറില്ല. കല്യാണം കഴിച്ച് നമുക്കൊരു ഭാര്യ ഉണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി, അത് നോർമലായിട്ടുള്ളേ.
ബ്രോക്കർമാർ വന്ന് പറഞ്ഞു കല്യാണം നടത്തി. ഇറ്റ് ഈസ് യൂഷ്വൽ. വാട്ട് ഈസ് ബിഗ് ഇൻ ദാറ്റ്? ടി ടി എം രാജു അവിടെയുണ്ട്. രാജുവിന് ഇപ്പം എന്തുമാത്രം കോണ്ടാക്ട്സ് ഉണ്ട്. ആ കോണ്ടാക്ട്സ് ഒക്കെ ഇതെല്ലാം ഒരു വെൽത്താണ്. ഇതെല്ലാം നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതുകൊണ്ടാണ് ഞാൻ അട്രാക്ട് വെൽത്ത്. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. വി ആർ അട്രാക്ടിങ് വെൽത്ത്. വെൽത്ത് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ യു വിൽ നെവർ കം ടു നോ. നമുക്ക് ഒന്നും കിട്ടുന്നില്ല, എപ്പോഴും നമ്മൾ അൺഹാപ്പി ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടുന്നു? തമ്പുരാൻ കർത്താവ് അല്ലെങ്കിൽ പ്രപഞ്ചം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ലോകത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കും. അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേർ വി ആർ സ്റ്റാൻഡിങ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള, ഇപ്പൊ സേറാ മേഡം പറഞ്ഞൊരു അവയർനെസ്സിലേക്ക് വരിക. ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ചുറ്റുപാടും എന്താണ്, ഞാൻ എവിടെ എന്തിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അറിവിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അപ്പം മിക്കവാറും പല ആൾക്കാരും വിചാരിച്ചായിരിക്കും വെൽത്ത്, പണം. ശരിയാണ്, അതും വെൽത്താണ്. ഇങ്ങനെ വെൽത്ത്, കുറേ വെൽത്തുകളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് പണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പണം വരുമ്പം മാത്രമാണ് അറിയുന്നത്. ഇത് പറഞ്ഞപ്പോഴാ ചെറിയൊരു അനുഭവം എനിക്ക് ഇന്നലെ ഉണ്ടായൊരു കാര്യം. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫോൺ SMS കുറേ നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മെസ്സേജ് വരും, 1000 rupees ഡെപ്പോസിറ്റഡ്. ഏതോ ഒരു ബാങ്കിൻ്റെ പേരുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഫേക്ക് മെസ്സേജൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്തോ തട്ടിപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉടനെ ബാങ്കിൽ പോയി അന്വേഷിച്ചു. ഇത് തന്നെ ഇടപാടാണ്, ഇതിങ്ങനൊരു ബാങ്കാണ്. അയ്യോ, ഇങ്ങനൊരു ബാങ്ക് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ദയവ് നിങ്ങളിത് തൊടണ്ട കേട്ടോ, തൊട്ടാൽ ചിലപ്പം എന്തൊക്കെയാ സംഭവിക്കുന്നത് പറയാൻ പറ്റുമെന്ന്. അങ്ങനെ 2-3 മാസമായി കഴിഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ വരുന്നുണ്ട് ഈ മെസ്സേജ്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കിതൊന്ന് ട്രേസ് ചെയ്യണമല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് നമ്മൾ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 48,000 rupees എന്നുള്ള എമൗണ്ട് കഴിഞ്ഞു. അപ്പം ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. നമുക്ക് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെറുതെ നെറ്റ് കയറി തപ്പി, എന്തിങ്ങനെയാണ് തോന്നി തുടങ്ങാം. നോക്കിക്കഴിഞ്ഞപ്പം പോസ്റ്റ് ഓഫീസിലെ ഒരു ബാങ്കിൻ്റെ പേരാ. അപ്പം ഞാൻ വിചാരിച്ചു വൈഫിന് ഇങ്ങനെ പൈസ വന്നോണ്ടിരിക്കുന്നുണ്ട്, 48,000 rupees ആസ് ഓഫ് യെസ്റ്റർഡേ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കാം. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പേരെന്നാ? ഉടനെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇത് പാലക്കാടുള്ള ഒരാളിൻ്റെ അഡ്രസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്കും വരുന്നുണ്ടായിരിക്കും, അവർ തെറ്റായിട്ട് നമ്പർ കൊടുത്തായിരിക്കും, അല്ലാതെ കൊണ്ട് ഇത് ഞാൻ വെച്ചാൽ ഇതെന്നാ? അത് നമ്മുടെ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ, അല്ലെങ്കിൽ കുറെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന സംഗതിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതൊന്നും അല്ല. ഇത് അറിഞ്ഞപ്പോൾ, അതായത് 2-3 ദിവസം മുമ്പ് ഞാൻ ഈ വിവരം അറിയുന്നു. യെസ്, യു ഹാവ് എ വെൽത്ത് ഓഫ് 48,000 rupees വിത്ത് യു. ഭയങ്കര ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി, വൈഫും ഹാപ്പിയായി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഈ ആപ്പിൽസ് എല്ലാം കൂടെ ഒരൊറ്റ താഴെ ഒരു പോക്കാണ്. വെൽത്ത് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. അതായത് എൻ്റെ മനസ്സിൽ ആ വെൽത്ത് വന്നപ്പം ഞാൻ ഹാപ്പിയായി, മനസ്സിൽ നിന്ന് അത് പോയി കഴിഞ്ഞപ്പം ഹാപ്പിനെസ് പോയി. അപ്പൊ എവിടെയാ വെൽത്ത് ഇരിക്കുന്നത്? ബാങ്കിലാണോ? ആ ബാങ്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്, അന്നും കിടപ്പുണ്ട്, ഇന്നും കിടപ്പുണ്ട്, സെയിം ബാങ്ക് കിടപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. അപ്പൊ എവിടെയാ വെൽത്ത് ഇരിക്കുന്നത്? വെൽത്ത് മനസ്സിലായിരിക്കുന്നത്. മനസ്സിൽ ഉള്ള വെൽത്താണ് വെൽത്ത് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് തന്നെയല്ലേ? നിങ്ങൾക്കിപ്പോൾ ഏതെല്ലാം ബാങ്കിൽ, ഇപ്പോൾ പല നാഷണലി ഇന്റർനാഷണലി പല ബാങ്കുകൾ കാണാം. കേരളത്തിന് വെളിയിലെ, ഇന്ത്യക്ക് വെളിയിലെ എല്ലാം കാണാം, നിങ്ങൾക്ക് പൈസ കാണും. പക്ഷെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് 10 പൈസ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നോണ്ട് എടുക്കാൻ പറ്റും? വരുമോ? കാശ് കയ്യിലോട്ട് വരില്ലോ? ഇല്ല. അല്ലെ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, പക്ഷെ സംഗതി കയ്യിലോട്ട് വരും. ഒരു മസാല ദോശ തിന്നണം തോന്നി, ഇപ്പൊ രൊക്കം കാശ് കൊടുക്കാതെ കിട്ടുകയില്ല. എവിടെയാ വെൽത്തിരിക്കുന്നു? കാശിരിക്കുന്നു. മനസ്സിൽ കാശുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഹാപ്പിനെസ് വരുന്നത്. അപ്പൊ പണ്ടത്തെ സംവിധാനം എന്ന് വെച്ചാൽ കൈ കാശിരിക്കായിരുന്നു, ഇപ്പൊ അത് മുഴുവൻ മനസ്സിലൊക്കെ ആക്കി മാറ്റി. പണ്ട് എല്ലാവരുടെയും മനസ്സിലല്ല കാശിരിക്കുന്നത്, എല്ലാവരുടെയും തലയിണക്കീഴേ നമ്മൾ പറയും,
ഇങ്ങനെ നോട്ടുകൾ അടുക്കിടുക്കി വെച്ചിരുന്ന കാലം പറയും. അപ്പൊ ഈ വെൽത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ പറയാണ് ഇറ്റ് ഈസ് ഇൻ ദ മൈൻഡ്. അപ്പോഴാ നമ്മുടെ കൂടെ ഉള്ള ഒരു ഫീലിംഗ് ആണ് വെൽത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് ഉണ്ടായി അല്ലെങ്കിൽ വെൽത്ത് വന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ നമുക്ക് തുടങ്ങാം. എങ്ങനെയാ വെൽത്ത് എനിക്ക് വന്നു എന്ന് അറിയുന്നത്? എനിക്ക് സന്തോഷം വരും. അപ്പോഴേ മനസ്സിലായി എനിക്ക് വെൽത്ത് വന്നു. വെൽത്ത് എന്താന്ന് നമുക്കറിയത്തില്ല, വെൽത്ത് വന്നു. അപ്പോൾ ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു റിസീവ്ഡ് സം കൈൻഡ് ഓഫ് വെൽത്ത്. അതെന്തൊക്കെയായിരിക്കാം? പലതരത്തിലുള്ള വെൽത്ത്. എപ്പോഴൊക്കെയാണ് ഹാപ്പിനെസ് വരുന്നത്? അതിൻ്റെ അർത്ഥം there is a wealth. യു റിസീവ്ഡ് സം കൈൻഡ് ഓഫ് വെൽത്ത്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനാണല്ലോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഹെൽത്ത് വൈസ് ഇച്ചിരി ബെറ്ററായി കാണുമായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മളെ പ്ലീസിങ് ആക്കുന്ന, മനസ്സിൽ സന്തോഷം തോന്നുന്ന എന്തൊരു സാധനം, ചിലപ്പോൾ ഒരു നോളജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് സന്തോഷം തോന്നുമ്പം എപ്പോഴേ തീരുമാനിച്ചു എ വെൽത്ത് ഹാസ് കം ടു യു. ചുമ്മാ വെൽത്തിഞ്ഞോട്ട് വരില്ല, യു ഹാവ് അട്രാക്റ്റഡ് വെൽത്ത്. എന്നിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് വന്നത്. അട്രാക്ട് ചെയ്തില്ലെങ്കിൽ വരത്തില്ല. അപ്പൊ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്? നിങ്ങള് കയ്യിൽ എന്തെങ്കിലും ഉള്ളതേ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വെൽത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാം. കാരണം ഈ വെൽത്ത് എന്ന് പറയുന്ന പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ളതാണ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുക. അതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. നമുക്ക് ഉള്ളതേ തരത്തുള്ള, ഇല്ലാത്ത തരത്തില്ല. ഇല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സ്വയം ചോദിക്കുക. യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യുവേഴ്സെൽഫ്. നിങ്ങൾക്ക് ഇല്ലാത്തത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കാരണം ഇല്ലാത്തതെന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. ഉണ്ടോ? ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ലോകത്തിൽ? അതാണ് മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത്. മനസ്സിന്റെ ഭാഷയാണ് കറക്റ്റായിട്ടുള്ളത്. എനിക്കില്ലാത്തതൊന്നുമില്ല. അപ്പോൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളത് ഏതാന്ന് നോക്കണം. അതിനെ മാത്രമേ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ NLP പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. യു ഗോട്ട് ഓൾ ദ റിസോഴ്സസ് എന്നാ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതൊന്നും കിട്ടത്തില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രീതി എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ഇല്ലാത്തതിൻ്റെ ഒരു പരമ്പരയാണ്. മുഴുവൻ ഇല്ലാത്തതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എന്തുമാത്രം വിരോധാഭാസം നോക്കിയേ. എനിക്കതില്ല, ഇതില്ല. ഇല്ലേ? നമ്മളെപ്പോഴും പറയാറില്ലേ, എനിക്ക് ഇല്ലാത്തത്. എന്തൊക്കെ ഇല്ലാത്തത്? എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് കാശില്ല, എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഇല്ല, എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ ബോഡി സ്ട്രക്ചർ ശരിയല്ല. അല്ലാത്തതിൻ്റെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പൊ ഞാൻ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇല്ലാത്തതിനെ അട്രാക്ട് ചെയ്യത്തുള്ളൂ, ഉള്ളതിനെ കിട്ടത്തില്ല. കാരണം നീ എന്താണോ നീ അട്രാക്ട് ചെയ്യുന്നത്, അത് നിന്റെ കയ്യിൽ ഉള്ളത് മാത്രമേ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിനക്ക് ഇല്ലാത്തത് മാത്രമേ നീ കാണുന്നുള്ളൂ. അതിന് ഞങ്ങളുടെ NLPയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റാ പ്രോഗ്രാംസ്. നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്ന ചില പ്രോഗ്രാംസ് ആണ് മെറ്റാ പ്രോഗ്രാം, സംതിങ് ബിയോണ്ട്. ഞാൻ അറിയുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. ഹാഫ് എംപ്റ്റി ഗ്ലാസ്, ഹാഫ് ഫുൾ. ഒരു ഗ്ലാസിൻ്റെ അകത്ത് പകുതി വെള്ളമുണ്ട്. അതിന് ചില ആൾക്കാർ ഹാഫ് എംപ്റ്റി എന്ന് പറയും, ചില ആൾക്കാർ ഹാഫ് ഫുൾ എന്ന് പറയും. അതിനൊരു മെറ്റാ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഹാഫ് എംപ്റ്റി എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടില്ല ഞാൻ ഇരിക്കുന്നെങ്കിൽ, ഇല്ലാത്തതിനെയാണ് ഞാൻ കാണുന്നത്. ഹാഫ് എംപ്റ്റി. ഞാൻ ആ ഹാഫ് എംപ്റ്റി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഇല്ലാത്തതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ്
ഇല്ലാത്തതിനെ കാണുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇല്ലാത്തതിനെ എങ്ങനെയാ കാണുന്നത്? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇല്ലാത്തതിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉള്ളതിനെ ആഗ്രഹിക്കാറില്ല. കാരണം ഉള്ളത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. ഇല്ലാത്തതിനെ ആഗ്രഹിച്ച് എങ്ങനെയാ കിട്ടുന്നത്? അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊന്നും കിട്ടാത്തത്. ഒന്നും കിട്ടത്തില്ല. ഒരു വിവാഹ സദ്യക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അയ്യോ, എനിക്ക് ഒടിഞ്ഞ പപ്പടമാണ് കിട്ടിയത്. അപ്പൊ എൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന ഒടിഞ്ഞ പപ്പടമാണ്. അപ്പൊ ഞാൻ അട്രാക്ട് ചെയ്യുന്ന മുഴുവൻ ഒടിഞ്ഞ പപ്പടമാണ്. എന്തുകൊണ്ട് ആ ഒടിഞ്ഞ പപ്പടത്തെ ഫുൾ പപ്പടം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന മുഴുവൻ ഒടിഞ്ഞതും നഷ്ടപ്പെട്ടതും വികൃതമായിട്ടുള്ള ലോകമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അങ്ങനെയാണ് ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ മുതലേ നമ്മൾ ഇതിനെയൊക്കെ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലോകത്തിലാണ് ഞാനും നീയും അവനും അവളും എല്ലാവരും സഞ്ചരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം. സോ വി കനോട്ട് അട്രാക്ട് എനിത്തിങ് പോസിറ്റീവ്. കാരണം ഒന്നും പോസിറ്റീവായിട്ടില്ല. അപ്പൊ NLP പഠിച്ചു കഴിഞ്ഞാൽ, NLP പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവർക്ക് അറിയത്തില്ല. ഇപ്പം അവർക്ക് ദേ ആർ ഗെറ്റിംഗ് വെൽത്ത് എന്നുള്ളത് അവർ അറിയുന്നില്ല. സേറ പറഞ്ഞതാണ്, നമ്മൾ അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. ഇപ്പൊ എൻ്റെ ചോദ്യം, ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും NLP ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. അവരോടുള്ള സിംഗിൾ ചോദ്യമാണ്, NLP ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള അതേ ഹാപ്പിനെസ്സിലാണോ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്? ഒരാളും സമ്മതിക്കില്ല. അല്ല. ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദം. അവരറിഞ്ഞിട്ടില്ല. ദേ ആർ ബെറ്റർ ഓഫ് എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ്? ഒത്തിരി അവർ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറി കിടപ്പുണ്ട്. ഉള്ളിലത്തെ ആ നെഗറ്റീവായിട്ടുള്ള ലോകത്തിനെ അവർ ഒത്തിരി ചില ടെക്നിക്ക് കൂടെയും നോളജ്, ഈ NLP ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇതിൽ കൂടെ സഞ്ചരിക്കുന്നതിന്റെ പേരിൽ ഒത്തിരി പോസിറ്റീവ് സംഗതികളെ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഈ NLP പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് രണ്ട് വാക്ക് പറയാൻ പോകുന്നത്. നമുക്ക് രണ്ട് ലോകമുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞതാണ് നമ്മുടെ വികൃതമായ ലോകം, ഇല്ലാത്ത ഒരു ലോകം. അപ്പൊ NLP പഠിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വികൃതമായിട്ട് ലോകത്തിനെ, കുറവുകളുള്ള ലോകത്തിനെ, നെഗറ്റീവുകളുടെ ഇങ്ങനെ അടിഞ്ഞ് കിടക്കുന്ന ലോകത്തിനെ എല്ലാം പോസിറ്റീവായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. അങ്ങനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള ലോകം മുഴുവൻ പോസിറ്റീവാണല്ലോ. പുറത്തല്ലേ നമ്മൾ പറയുന്നത്, അവിടെയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി പിടിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നമ്മുടെ NLP കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ അകത്ത് കയറി കിടക്കുന്ന ലോകത്തിനെ പോസിറ്റീവായി കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പം അകത്തുള്ളത് മുഴുവൻ പോസിറ്റീവായി, then onwards we will start attracting പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അസറ്റ്സുകളെല്ലാം ഇങ്ങോട്ട് വരാൻ തുടങ്ങുന്നത്. വെൽത്തുകൾ മുഴുവൻ, പണം വരും, നമ്മുടെ ആരോഗ്യം വരും, നമ്മുടെ ഹെൽത്ത് വരും, എല്ലാം റിലേഷൻഷിപ്പ് വരും. ഇതെല്ലാം ഗ്രാജുവലി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ NLP പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം, ദേ ആർ ഗെറ്റിംഗ് ഓൾ പോസിറ്റീവ് തിങ്സ്. അപ്പോൾ ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, NLPയെ പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് NLPയെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് നടത്തുന്ന ക്ലാസ്സിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അതിനുള്ള അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച പറഞ്ഞാൽ 30-ാം തീയതി എൻ്റെ ഒരു ക്ലാസ്, ഒരു 5 days ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ചേരാം. അതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. ഫീസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കും. ഈ സാറ് പറഞ്ഞ എല്ലാ സാധനങ്ങളും കിട്ടിയ ആൾക്കാരാണ് കേട്ടോ ഞങ്ങള്. ഇവിടെ ഞാനുണ്ട്, പാട്രിക് സാറുണ്ട്, പിന്നെ വേറെ ആരും
പുതിയ പഴയ ആൾക്കാരുള്ള സിന്ധു സിന്ധു ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് എനിക്കും നമ്മൾ കുറെ യൂസ്ഫുൾ ആയിരുന്നു NLP. ഇപ്പം കുട്ടികൾക്ക് ഞാനത് കുറച്ചൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ പെർസെപ്ഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡയറക്ഷൻ. നമ്മൾ അറിയാതെ തന്നെ സാറ് പറഞ്ഞ പോലെ അറിയാതെ തന്നെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും എന്തൊരു കാര്യം വന്നാലും മാക്സിമം ഇപ്പൊ അങ്ങനെ പറ്റുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൽ 2-3 ക്ലാസ് സാറിന്റെ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ലിറ്ററലി വെൽത്ത് തന്നെ വന്നു, പണം തന്നെ വന്നു. പിന്നെ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പാട്രിക് സാറിനോടാണ് ഒരു വിശേഷം. എൻ്റെ മകന് കുട്ടി ഉണ്ടാവാൻ പോവാണ്. 10 വർഷമായിട്ട് അത് ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതും ദേ ഇപ്പൊ വരാൻ ആയിക്കൊണ്ടിരിക്കുന്നു. സാറുമായിട്ട് ആ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാണ് എല്ലാവരുമായിട്ടും. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഓൺലൈനിൽ ഇങ്ങനെ ലൈഫ് കോച്ചിങ് സെഷൻ എടുക്കണം. ഇപ്പൊ ഞാനിപ്പോ ഒരു 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് വർഷത്തിൽ മേലെയായി. അതെ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 3 years that I am doing ലൈഫ് കോച്ചിങ് സെഷൻസ്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അറിയാൻ മേലെ എന്തൊക്കെയാ വന്നതെന്ന്. ഫാമിലി റിലേഷൻസ് ബെറ്ററായി, ഹെൽത്ത് ബെറ്ററായി, അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ തന്നെ എനിക്ക് എല്ലാവരോടും ഉള്ള കാഴ്ചപ്പാട് മറ്റുള്ളവരെ ഇങ്ങനെ അവരുടെ മൂഡ്സിനെ ശ്രദ്ധിക്കലോ ഒന്നുമില്ല. ഞാൻ എന്നെ ശ്രദ്ധിക്കും. അവരുടെ മൂഡ് എന്തായാലും എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ആവേണ്ടതെന്നുള്ളതാണ് എൻ്റെ പ്രശ്നമുള്ളൂ. ചുറ്റുമുള്ള 100 പേരെ നോക്കിക്കൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതം കട്ടപ്പോക. സോ ഞാൻ എന്നെ ശ്രദ്ധിക്കും. ഞാൻ എങ്ങനെയാണ്, അവരുടെ മൂഡ് അങ്ങനെയായെന്നുള്ളത് അത് അവരുടെ പ്രശ്നമല്ലേ, അത് എൻ്റെ പ്രശ്നമല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ബോധങ്ങൾ നമുക്ക് ക്ലിക്ക് ആവണമെങ്കിൽ ഉണ്ടല്ലോ, ഈ NLP ഒരു 2-3 പ്രാവശ്യം കൂടി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്യൂബ് ലൈറ്റ് തെളിയും തലയ്ക്കകത്ത്. അപ്പൊ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് തെളിയും. ആ ലൈറ്റ് തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ നമ്മൾ ഹാപ്പിയായി, നമ്മുടെ മുഖം തെളിയും. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാട്ടോ. ആർക്കും ചോദിക്കാണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവേ. എങ്ങനെയാണ് ക്ലാസ്, എത്ര ദിവസമാണ്? എന്റെ മകൻ പറയാണ്, ഇപ്പൊ ഞാൻ അവനോട് പറയാണ്, മോനെ നമുക്ക് ഇതുപോലെ കൗണ്ട് അവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വന്ന ഒരു ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഉള്ളത് അല്ലെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഹാപ്പി ആയിരിക്കുക, അപ്പൊ നമുക്കത് കൂടുതൽ വരും. അപ്പൊ അവൻ എന്നോട് ചോദിക്കും, അപ്പൊ എനിക്ക് 50 മാർക്കേ ഉള്ളൂ, 90 മാർക്കെങ്കിൽ ഞാൻ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന് ചോദിക്കാൻ. സോ ഹൗ വി വിൽ ആൻസർ സച്ച് തിങ്സ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്കതിനെ പോസിറ്റീവ് സൈഡ് കാണാൻ പറ്റുക? ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ സാറേ. കാരണം ഇതൊന്നും നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. അത് റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ ചേഞ്ചസ് വരണം. സൂപ്പർഫിഷ്യലായിട്ട് ഇതൊന്നും പറഞ്ഞാൽ തലയിൽ കയറുന്ന സാധനങ്ങളല്ല. അതപ്പോ ആ ഇത് കുട്ടി അതിന്റെ ഇപ്പൊ എന്നോട് ചോദിച്ച മോനാണ്. അപ്പൊ മോൻ ആ രീതിയിൽ മനസ്സിലാക്കണം. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് മതിയാവുമോ, അതോ കുഞ്ഞ് അത് അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ? അതിന്റെ ഉത്തരം സേറ പറയും. സേറ എല്ലാം അറ്റൻഡ് ചെയ്തതാണ്. കുഞ്ഞല്ല മാറേണ്ടത്, അമ്മയാണ്. ഞാൻ മാറിയപ്പോഴാണ് എൻ്റെ മക്കള് മാറിയത്. നമ്മൾ എന്തു നോക്കുന്നുവോ, നമ്മൾ ഒരു മണ്ടനെ നോക്കിയാൽ അവൻ മണ്ടനായിക്കൊണ്ടേയിരിക്കും അല്ലേ. നമുക്കൊരു മിടുക്കനെ നോക്കാനുള്ള ഒരു കാഴ്ച കിട്ടണ്ടേ. എന്റെ കണ്ണൊരു മിടുക്കനെ നോക്കിയാല് നമ്മൾ കാണുന്നതാണ് വളരുന്നത്.
നമ്മൾ അവനെ കള്ളനായിട്ട് കണ്ട അവൻ കള്ളനായിത്തീരും, മണ്ടനായിട്ട് കണ്ട അവൻ മണ്ടനായിത്തീരും. പക്ഷേ അവനെ ഈ അവസ്ഥയിൽ ഒരു മിടുക്കനായിട്ട് കാണാൻ ഒരു കണ്ണ് കിട്ടുന്നത് എനിക്കാണ്, നമുക്കാണ്. അപ്പൊ ആ കണ്ണ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ബാക്കി കാര്യങ്ങൾ താനേ സംഭവിച്ചു. ഓക്കെ മാഡം. സാറേ, NLP പല ലെവൽസിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 5 days ക്ലാസ്സിൽ ഇതെല്ലാം കവർ ആവുമോ? എന്താണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. സാറാ പറഞ്ഞ അതിന്റെ ഉത്തരം കൊടുത്തു. ഓക്കെ. ഈ 5 days കൊണ്ട് NLPയുടെ ഒരു ബേസിക്സ്, ഇപ്പൊ ഈ ഒരു ആസ്പെക്ട് പറഞ്ഞു, എന്താണ് ഉള്ളത്, ചുരുക്കം പറഞ്ഞാൽ ഇല്ലാത്തവന് ഉള്ളതും കൂടെ നഷ്ടപ്പെടും, ഉള്ളവനെ വീണ്ടും ലഭിക്കും എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തത്വം ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതുപോലെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ ഈ ഒരു NLP ഈ 5 ക്ലാസ്സിൽ കിട്ടുന്നത്. ഈ 5 ക്ലാസ്സും കൊണ്ട് തന്നെ നമുക്കൊരു നല്ല മാറ്റം വരും. കാരണം ലോകം മുഴുവൻ നടക്കണേൽ ആദ്യത്തെ കാൽവെപ്പ് വെക്കണമല്ലോ നമ്മൾ. ആദ്യം കാലെടുത്ത് വെക്കണ്ടേ? അവിടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പിന്നെ ഇതുപോലത്തെ ഫ്രീ ക്ലാസ്സസ് ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് മാസം 4 ഫ്രീ ക്ലാസ്സസ് ഇതുപോലെ കിട്ടുന്നു. അതിലൂടെ ഒരു ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഈ ഒരു ആദ്യത്തെ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷന് സാറിന്റെ ഫീസ് വളരെ കുറവാണ് കേട്ടോ. എത്രയാണ് സാറ് രണ്ടാമത് കൂടുമ്പോ? 200. ആ, 200 റുപ്പീസേ ഉള്ളൂ. ആദ്യത്തെ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ 200 റുപ്പീസേ ഉള്ളൂ റിപ്പീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ സെയിം ക്ലാസ് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആവുന്നെന്ന്. അതിന്റെ സ്ട്രക്ചർ സെയിം ആണെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് പല പ്രാവശ്യം കേൾക്കുക. ഇപ്പൊ ഈ 200 റുപ്പീസ് നമുക്കിങ്ങനെ കേൾക്കാലോ, വെറുതെ കേൾക്കാലോ. ഈ കേൾക്കുന്നതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലേക്കാണ് പോകുന്നത്. നമുക്കൊരു കോൺഷ്യസ് ലെവലുണ്ട്. ഇപ്പൊ നമ്മൾ കോൺഷ്യസ് ലെവലിൽ ബോധപൂർവമാണ് ഇരിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് ലെവലാണ്. ആ ലെവലിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ സബ് കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ എപ്പോഴും ആയിരിക്കുന്നത്. മറ്റേത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നു, അറിഞ്ഞുകൊണ്ട് നമ്മൾ അറിയുമ്പോൾ നമ്മളൊക്കെ നല്ല മാന്യന്മാരല്ലേ, അല്ലേ? പക്ഷെ യഥാർത്ഥ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് ലെവലിലാണ്. ഈ സബ് കോൺഷ്യസ് ലെവലിൽ മാറ്റം വന്നാലേ ഞാൻ മാറുള്ളൂ. മോനെ നീ മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ അവനറിയാം നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താന്നുള്ളത് അറിയാം. ജെന്യുവിൻ ആവണമെങ്കിൽ അത് സബ് കോൺഷ്യസ് ലെവലിൽ ചേഞ്ച് വരണം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ 5 days കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത് മാത്രമല്ല കേട്ടോ, ഇത് ബേസിക്സ് ആണ്. ബേസിക്സിൽ തന്നെ നമ്മളിലുള്ള മാറ്റം വരും. പിന്നീടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ തിയറിയും പ്രാക്ടിക്കൽസും, ഇതിനകത്ത് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സാറ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ ആ ഇന്റർവെൻഷനിലേക്ക് പോകാം. തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ് മാസ്റ്റർ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഹൗ ടു തെറാപ്യൂട്ടിക്കലി നമ്മളുടെ ഇൻസൈഡ് വേൾഡിനെ, സാറ് പറഞ്ഞല്ലോ അകത്തെ ലോകം പുറത്തെ ലോകം, അകത്തെ ലോകത്തിനെ ബോധപൂർവം മോഡിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ. അപ്പോ അത് ഒക്കെ വരുമ്പോ ഒരു കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംഗതികളുണ്ട്. ആ സംഗതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമാണ് വേണ്ടത്, സാവകാശമാണ് വേണ്ടത്. നീന്തൽ പഠിക്കുന്ന പോലെ. എങ്ങനെയാണ് നീന്തുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നീന്തണം. മരം കയറുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുറച്ചൊക്കെ പറഞ്ഞു തരാം. ഒരു കാലെടുത്ത് വെക്കണം, മറ്റേ കാലം, അങ്ങനെ ഇപ്പൊ ഇച്ചിരൊക്കെ പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ കുളത്തിലിറങ്ങുക. താങ്ക് യു. മാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമുക്ക് ഇതിലെ ഒരു ഹീലിംഗ് നമുക്ക് പഠിക്കുക, സെൽഫായിട്ടും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക്
ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് അത് ഉം. നമുക്ക് റിസോൾവ് ചെയ്ത് കൊടുക്കാൻ ഇതിലൂടെ സാധിക്കുമോ? സാധിക്കും, ഇന്നർ ചൈൽഡ് തീർച്ചയായിട്ടും ഹീലിംഗ് സാധിക്കും. പോലെ. തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അത് ബേസിക്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് പഠിക്കണം, എന്നാലല്ലേ അങ്ങനെ ചെയ്യാൻ നമുക്ക്. ബേസിക് ക്ലാസ്സിലൂടെ നമ്മൾ പേഴ്സണലായിട്ട് ഒരു ഗ്രൂപ്പാണ്, ഇതുപോലൊരു ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇച്ചിരൂടെ ക്ലോസ് ആവും. അതിലൂടെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് നടക്കും. സാറ് ഏത് നമ്മളൊരു ഇഷ്യൂ, ആ ഇഷ്യൂന്റെ ഡീറ്റെയിൽ ഒന്നും പറയണ്ട. എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയൊന്നും പറയണ്ട. എനിക്കൊരു സങ്കടമുണ്ട്, എനിക്കൊരു ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് പകൽ സമയത്ത് സാറിനെ വിളിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ ക്ലാസ് നടക്കുന്ന സമയത്ത്, വൈകിട്ടല്ലേ ക്ലാസ്, പകൽ സമയത്ത് തോമസ് സാറിനെ വിളിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനിലൂടെ ഹീലിംഗ് സംഭവിക്കും. ഈ ക്ലാസ്സിലൂടെയും സംഭവിക്കും, അറിവിലൂടെ നോളജിലും കൂടെ ഹീലിംഗ് സംഭവിക്കും. അതിൻ്റെ കൂടെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനിലൂടെയും ഹീലിംഗ് സംഭവിക്കും. അത് സംഭവിച്ചിരിക്കും. അതാണ് ഈ ക്ലാസ്സിൽ വരുന്നവർ ജെനുവിൻ ആയാൽ മതി. നമ്മൾ ജെനുവിൻ ആയ ആ ക്ലാസ്സിലൂടെ നമുക്ക് ഹീലിംഗ് സംഭവിക്കും. പിന്നെ യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഹീൽഡ് ഇൻ ദ ക്ലാസ്. ഇതിന്റെ മാസ്റ്റേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ബേസിക് കോഴ്സ് കഴിഞ്ഞ് അതിന് മാസ്റ്റേഴ്സിന് സെപ്പറേറ്റ് ഇതുപോലെ ക്ലാസ്സസ് ആയിരിക്കും, അതോ നമ്മൾ ചെന്ന് സെപ്പറേറ്റ് പഠിക്കേണ്ട ക്ലാസ്സസ് ഉണ്ട്. ചെന്ന് മാസ്റ്റേഴ്സിന് പഠിക്കേണ്ട ക്ലാസ് ആവുമോ? ബേസിക് എടുത്തവർക്കേ മാസ്റ്റേഴ്സിലോട്ട് പോവാൻ പറ്റുള്ളൂ. ബേസിക് ഇല്ലാതെ മാസ്റ്റേഴ്സിൽ പോവാൻ പറ്റില്ലല്ലോ. പ്രീ ഡിഗ്രി കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, അത് BA ചെന്ന് പഠിക്കേണ്ട കഴിഞ്ഞാലല്ലേ. ക്ലാസ് ആണോ? ഓൺലൈൻ ക്ലാസ് കിട്ടുമോ, അതോ ഓൺലൈൻ ചെന്ന് പഠിക്കേണ്ട തന്നെയാണ്, ക്ലാസ് ആണോ? ഓൺലൈനാണ്. യെസ്. അതും അപ്പൊ ഇതുപോലെ രണ്ടാമത് കൂടുമ്പോൾ ഫീസ് കുറവാണ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അത് കൂടുമ്പോഴാണ് മാസ്റ്ററിന് ബലം വെക്കുകയുള്ളൂ. ആദ്യമേ ഡിഗ്രി മാത്രമേ ഉള്ളൂ, പിന്നെ മാസ്റ്ററിന് ബലം വെക്കണമെങ്കിൽ 2-3 പ്രാവശ്യം കൂടണം. മാഡം, അപ്പൊ ഇതന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സോ, അല്ലെ നമുക്ക് അതുകൊണ്ട് പിന്നീട് നമ്മുടെ പ്രാക്ടീസിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? സർട്ടിഫൈഡ് കോഴ്സാണ്. ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈഫ് കോച്ചിങ് സെഷൻ എടുക്കുന്നുണ്ട്. ദിസ് ഇസ് എ സർട്ടിഫൈഡ് കോഴ്സ്. തോമസ് സാർ സർട്ടിഫൈഡ് ആയിട്ടാണ് കോഴ്സ് തരുന്നത്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് അല്ല, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. അങ്ങനത്തെ അല്ല, ഈ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഉണ്ട്. മാഡം, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. അപ്പൊ ഒരാള് പറയാണ്, ഞാൻ രക്ഷപ്പെടില്ല, എന്റെ ജീവിതം, എന്റെ ഭാവി നശിച്ചു, ഞാൻ ഇനി രക്ഷപ്പെടില്ല എന്നൊരു ഇത് തന്നെ ഒരാളുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നാല് അയാളെ എങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും? അയാൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എങ്ങനെ നമുക്ക് അയാളെ മാറ്റിയെടുക്കാൻ സാധിക്കും? നാട് എവിടെയാ? തൊടുപുഴ. ചാരി ഇരുന്നിട്ട് ബ്രീത്തിങ് മാത്രം ശ്രദ്ധിച്ച്. എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം സ്വയം ചോദിച്ച എന്താണെന്ന്. മരീനയോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം മരീനയുടെ മനസ്സിലുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒന്നും മനസ്സിന് ചോദിക്കാനില്ല. ചോദിക്കാനുണ്ടെങ്കിൽ മനസ്സിൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിനാണ് മനസ്സ് ശാന്തമാകുക എന്ന് പറയുന്നത്.
I am at peace. എന്തെങ്കിലും മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടോ നോക്കിക്കേ. അതിന്റെ ഉത്തരം കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം കൊടുക്കണം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് സാറേ ഇന്ന കാര്യത്തിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ദ ആൻസർ. എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ? ഇല്ല, ഇനി ഒന്നും ബാക്കിയില്ല ഇനി. ഇല്ല, എല്ലാം ആയി അല്ലേ? ആ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചോദിക്കാൻ എന്റെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം ഞാനല്ലാതെ വേറെ ആരുത്തരം പറയാനാ അതിന്? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മരീന ചെയ്ത് ഇത്രയും ഒന്ന് റിലാക്സ് ചെയ്തു. റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉത്തരം എല്ലാം കിട്ടി. ഇനി മനസ്സിൽ ചോദിക്കാനൊന്നുമില്ല. ഓക്കെ, ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, സി യു. Thank you, sir.